കൂർക്കം വലിക്കുന്ന പലയിടത്തും ചോദിച്ചു കഴിഞ്ഞാൽ കൂർക്കം വലി ഇടയ്ക്ക് വെച്ച് നിന്ന് അവർക്ക് ശ്വാസം നിന്ന് പോയി ചാടി എഴുന്നേക്കുന്ന ഒരവസ്ഥയാണ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. പിന്നെ ശ്വാസകോശം ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് കൂർക്കം വലി. കൂർക്കം വലിക്കുമ്പോൾ ഇയാളെന്ത് കൂർക്കം വലിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങും. അപ്പോൾ കൂർക്കം വലിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിയാൽ വലിയ കുഴപ്പമില്ല നമ്മൾ വിചാരിക്കും. കൂർക്കം വലിക്കുന്ന പലയിടത്തും ചോദിച്ചു കഴിഞ്ഞാൽ കൂർക്കം വലി ഇടയ്ക്ക് വെച്ച് നിന്ന് അവർക്ക് ശ്വാസം നിന്ന് പോയി ചാടി എഴുന്നേക്കുന്ന ഒരവസ്ഥയാണ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. അത് അടിക്കടി ഉണ്ടായിക്കഴിഞ്ഞാൽ രാവിലെ ഒന്ന് ഉറങ്ങും. ഇങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് അപകടമാണ്. എന്തപകടമാണ്? അവർ വണ്ടി ഓടിച്ചിട്ട് സംഭവിക്കും. അവർ വണ്ടിയിൽ ഉറങ്ങി. അതാണ് ചിലപ്പോൾ നമുക്ക് കാണുന്നത് വല്ല വഴിയിലുള്ള ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചായക്കടയിലൊക്കെ ബസ്സൊക്കെ വന്ന് കയറുന്ന കാണാം, ചില കാർ വന്ന് ഇടിച്ച് കയറുന്ന കാണാം, ഉറങ്ങിപ്പോകുന്ന ഡ്രൈവർ. പുറത്തുള്ള രാജ്യങ്ങളിൽ അങ്ങനെ ഒരു ഡ്രൈവർ ഉറങ്ങിപ്പോയൊരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ അവരെ സ്ലീപ്പ് സ്റ്റഡി ചെയ്ത് നോക്കും, സ്ലീപ്പ് അപ്നിയ ഉണ്ടോ എന്ന് നോക്കാം. കാരണം രാത്രിയുടെ ഉറക്കം ഇങ്ങനെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ രാവിലെ ഇരുന്ന് ഉറങ്ങും. രാവിലെ നിന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ഉണ്ടാകും. ഞാൻ പല രോഗികളും വരുന്നുണ്ട്. ആക്സിഡൻറ്റ് ഉണ്ടായി 3 വർഷം മുമ്പ്. വേറെ രോഗി വന്ന അയാൾ ആക്സിഡൻറ്റ് ഇവിടെ പോകാതെ വീർതായി, എന്നിട്ടും ആരും കണ്ടുപിടിച്ചില്ല, സ്ലീപ്പ് അപ്നിയ ആയിരുന്നു. ചോദിച്ചപ്പോൾ കൂർക്കം വലിയുണ്ട്, രാത്രി മര്യാദയ്ക്ക് ഇങ്ങനെ ഉറങ്ങാനേ പറ്റുന്നില്ല. പിന്നെ പുകവലി മാത്രമല്ല ഇതിന് കാരണം. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വിറകിൻ്റെ അടുത്ത് വെച്ചുള്ള പുക, പിന്നെ ഒരാൾ കംപ്ലീറ്റ് അഗർബത്തി കൊതുകുതിരിയൊക്കെ വെച്ച് ഇങ്ങനെ പുകച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഈ പ്രശ്നം ഉണ്ടാവും. പിന്നെ ആൾക്കാർ പറയുമ്പോൾ ഇവിടെ എല്ലാം ചവറ് കൂടി കിടക്കുന്നില്ല, കത്തിച്ചേക്കാന്ന് പറഞ്ഞ് കത്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്തേക്ക് 2-3 രോഗികളൊക്കെ വടിയാവും. ഞങ്ങൾക്ക് പലപ്പോഴും അനുഭവമാണ്. അവരപ്പുറത്തേക്ക് ഈയിടയ്ക്ക് ഒരു രോഗിയെ ഇവിടെ വെന്റിലേറ്റർ കയറ്റിപ്പോൾ ഞാൻ ചോദിച്ചു എന്തായാലും സംഭവിക്കണം. ഒരു കുഴപ്പമില്ല സാറേ, അപ്പുറത്തെ വീട്ടിലെ ആൾ മരിച്ചപ്പോഴത്തേക്ക് റീത്തും സാധനങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് കത്തിച്ച് പുകയടിച്ച് ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് ഇവിടെ പ്രശ്നമായി. പുള്ളിക്ക് റീത്ത് വെക്കേണ്ട കണ്ടീഷനായിട്ട് വേണം. അപ്പോൾ അതാണ് അലക്ഷ്യമായിട്ട് പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കുക. ഈ പുകയെല്ലാം ഈ COPD പോലുള്ള ആൾക്കാർക്ക് അസുഖം അധികരിക്കും. അധികരിച്ച് ഒട്ടും ശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും, ആശുപത്രി കൊണ്ടുവരും. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആൾക്കാരെ ബോധവൽക്കരിച്ചാൽ ഇവർക്ക് ഒരു സാധാരണ ഒരു ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്തായാലും ശ്വാസകോശത്തിൻ്റെ അകത്ത് ഉള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ശ്വാസകോശം വളരെ വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ സൂക്ഷിക്കണം. പുകയൊക്കെ വലിച്ചു കയറ്റിയും അന്തരീക്ഷ പ്രശ്നങ്ങളൊക്കെ കാരണം അതിനെ നശിപ്പിച്ചു കളയും. അങ്ങനെ വെളുത്ത ക്ഷീണമൊക്കെ ഡൽഹിയിൽ കണ്ടായിരുന്നായിരിക്കും. ഒരു വെള്ള ശ്വാസകോശം വെച്ചിട്ട് ദീപാവലിയൊക്കെ കഴിഞ്ഞപ്പോൾ അത് കറുത്ത ശ്വാസകോശം ആൾക്കാർ കൊണ്ട് വെച്ചതാണ്. അപ്പോൾ ഇതേപോലുള്ള ഒരു അവസ്ഥ നമ്മുടെ ശ്വാസകോശം ഉണ്ടാവും. പിന്നെ ക്യാൻസർ ഉണ്ടാവും നേരെ ഇങ്ങനെ പുക വലിച്ച് ആ ഏരിയ ക്യാൻസറായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.